ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ദീഖ് ക ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് ഗൈസ്. സിദ്ദീഖ് ക ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് ഗൈസ്. പുള്ളിക്കെതിരെ പലരും ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റോറി പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സിദ്ദീഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. എന്തായാലും ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാതെ. മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇവനാള് കൊള്ളാലോ, ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. ഹായ്, താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇക്കായ്ക്ക് എത്ര റീൽസ് വേണം? അയ്യോ, നാളെ വന്നപ്പോ സാറ്റ് കളിക്കണ്ട. സാറ്റേ ഇത് സാറ് കണ്ടടാ. നിന്നെപ്പില്ലാണ്ടായെങ്കി ഇത് ഇങ്ങോട്ട് നോക്കി. ഹായ് മോളെ, ഹായ് മോളെ എന്നൊക്കെ വെച്ചിട്ടാണ്. രസികൻ അവർക്ക് ചേർന്ന ആള് തന്നെയാ. ഹായ് മോളെ എന്നൊക്കെ വെച്ചിട്ടാണ്. ഇത് 2021 ഒക്ടോബർ 5 വന്ന സാധനമാണിത്. ചേടാ, വയസ്സാം കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ മനുഷ്യൻ ഉറക്കാൻ പോടാ. പുള്ളി ഇപ്പോഴും സ്റ്റിൽ ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് മറ്റേ 10 കൊല്ലം മുമ്പുള്ള കേസാണ്. ഇപ്പൊ നന്നായി കാണുന്നത്. എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റോടോ? നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത്? നീ എറണാകുളം വാ, നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം. നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി. എനിക്ക് അപ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് വൈബ് അടിച്ചു. ഐ സെഡ് ഫിലിമിൽ ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ സ്ലോലി ഞാൻ റിപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കി. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എല്ലാ കോഴികൾക്കും തുടക്കം, ഒരു ചാറ്റ് തുടങ്ങുമ്പോൾ ഒരു സിഗ്നേച്ചർ കാണും. അണ്ണന്റെ സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഹായ് മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അണ്ണൻ തുടങ്ങുന്നത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അയ്യടാ, നിന്നെ പോലത്തെ ഒരു പീറ പെണ്ണ് പറഞ്ഞ ഏത് കോന്തനാടി വിശ്വസിക്കുക? കോന്തൻ വിശ്വസിക്കണ്ട, കോടതി വിശ്വസിച്ചോളും. അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട് കൈരേഖ. പൊടി പുല്ലേ. പുള്ളി എല്ലാരെയും ഈ മോളെ വിളിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ ഇക്കൊക്കെ ആരെടുത്തെങ്കിലും ഈ മോളെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വിചാരിച്ചോണം ഇവ മറ്റേ പരിപാടിക്കാ നിക്കുന്നത്. നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം.